വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾ പദവിയിലെത്തുന്നു എന്നതിനാൽ കേരളത്തിലേറെ ശ്രദ്ധേയമായ ഒരു പദവിയാണ് മിസോറാം ഗവർണർ പദവി. മുമ്പ് ബി.ജെ.പി. അധ്യക്ഷനായ കുമ്മനം രാജശേഖരനും പി.എസ്. ശ്രീധരൻപിള്ളയുമൊക്കെ മിസോറാം ഗവർണർ സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. ഇതിൽ പി.എസ്. ശ്രീധരൻപിള്ള മിസോറാമിൽ നിന്നും സ്ഥലം മാറ്റി ഇപ്പോൾ അദ്ദേഹത്തെ ഗോവയുടെ ഗവർണറായി നിയമിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഗവർണർമാരുടെ ഈ പുനഃസംഘടനയും ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെ 2020 മുതൽ മഹാരാഷ്ട്രയുടെ ഗവർണർ ഭഗത് സിംഗ് കോശ്യാരിക്കായിരുന്നു ഗോവയുടെ കൂടി അധിക ചുമതല ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്തേക്ക് കൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പി.എസ്. ശ്രീധരൻപിള്ളയെ നിയമിച്ചിരിക്കുന്നത്. പി.എസ്. ശ്രീധരൻപിള്ളയെ എന്തുകൊണ്ട് മിസോറാമിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷെ ശ്രീധരൻപിള്ളയെ ഗോവയുടെ ഗവർണറാക്കിയതിൽ ബി.ജെ.പി. ചില രാഷ്ട്രീയ നീക്കങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതായത് 2022 അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഗോവ. നേരത്തെ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഗോവയിലെ ഭരണം കോൺഗ്രസിന് നഷ്ടമായത്. 2017 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40 സീറ്റുകളിൽ 17 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് ഉയർന്നെങ്കിലും ചെറുകക്ഷികളെ ഒപ്പം ചേർത്ത ബി.ജെ.പി. ചരടുവലികൾ നടത്തിയതോടെ കോൺഗ്രസിന് ഗോവ ഭരിക്കാൻ പറ്റാതായി. പിന്നീട് പല കോൺഗ്രസ് എം.എൽ.എമാരെയും തങ്ങളുടെ പാളയത്തിലെത്തിച്ച ബി.ജെ.പി. ഗോവയുടെ ഭരണം കുറച്ചുകൂടി സുരക്ഷിതമാക്കി. എന്നാൽ അടുത്ത വർഷം ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസിന് അധികാരം പിടിക്കാമെന്ന ശുഭപ്രതീക്ഷയുണ്ട്. കാരണം നിലവിൽ ഗോവയിലെ ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമാണ്. ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ബി.ജെ.പി. എം.എൽ.എയുടെ സഹോദരനും കോൺഗ്രസിൽ ചേർന്നതെല്ലാം ഗോവയിൽ കോൺഗ്രസിന് ട്രെൻഡ് അനുകൂലമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2022 ഗോവയിലെ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്കും ഏറെ നിർണായകമാണ്. ചിലപ്പോൾ ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാനാവാത്ത ഒരവസ്ഥ ഗോവയിൽ വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഗവർണറുടെ ഇടപെടലുകൾ ഏറെ നിർണായകമാകും. മഹാരാഷ്ട്രയിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാനായിട്ടില്ല. പക്ഷെ എന്നിട്ടും ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ഒരു അർദ്ധരാത്രിയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് അന്നത്തെ മഹാരാഷ്ട്രയുടെ ഗവർണറായ ഭഗത് സിംഗ് കോശ്യാരിയായിരുന്നു. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാനാവാത്ത അവസ്ഥയിൽ ബി.ജെ.പി. നടത്തുന്ന ചില രാഷ്ട്രീയ നാടകങ്ങളുണ്ട്. ആ നാടകങ്ങൾ വിജയിക്കാൻ അവിടുത്തെ ഗവർണർമാരുടെ സമ്മതം കൂടി ബി.ജെ.പിക്ക് ആവശ്യമാണ്. ഗോവയിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി.ജെ.പി. ഒരു മുഴം മുമ്പേ എറിഞ്ഞ ഒരു അസ്ത്രമാണ് പി.എസ്. ശ്രീധരൻപിള്ളയുടെ സ്ഥലം മാറ്റമെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വിലയിരുത്തുന്നത്. പി.എസ്. ശ്രീധരൻപിള്ളയെ ഒരു ഡമ്മിയായി നിർത്തിക്കൊണ്ട് ബി.ജെ.പിക്ക് ഗോവയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് രാഷ്ട്രീയ നാടകങ്ങളും നടത്താൻ വേണ്ടിയാണ് പി.എസ്. ശ്രീധരൻപിള്ളയെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു എന്നാണ് ഈ വാദക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.